ഹേ ആൾ സോ +1 തൊഴിലിൻ്റെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഒബിച്വറി. ഒബിച്വറിയുടെ 4 മാർക്ക് ക്വസ്റ്റ്യൻ എന്തായാലും വരും. അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ഒബിച്വറിക്ക് ഫുൾ മാർക്സ്, അതായത് 4 മാർക്കും സ്കോർ ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോ നമ്മൾ വിശദമായി നോക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഒബിച്വറിയുടെ ഫോർമാറ്റ് എങ്ങനെ നോക്കാം. ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ 4 മാർക്സ് കൺഫേം ആക്കാം. യെസ്, ഇതാണ് നമ്മൾ ഫോർമാറ്റ്. ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് ടൈറ്റിൽ എന്താ കൊടുക്കേണ്ടത്, ഒബിച്വറി എന്ന് വലിയ അക്ഷരത്തിൽ ടൈറ്റിൽ കൊടുക്കുക, എന്നിട്ട് ഒരു അണ്ടർലൈൻ കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഒബിച്വറി കൊടുക്കുക, വലുതാക്കി സെൻറ്ററിൽ എഴുതുക, ഒരു അണ്ടർലൈൻ കൊടുക്കുക. അതിനുശേഷം ഒരു ബോക്സ് വരക്കുക, ഒരു സ്ക്വയർ പോലത്തെ ഒരു ബോക്സ് വരക്കുക. ഇത് ഫോട്ടോഗ്രാഫ്, നമ്മൾ ഫോട്ടോ വെക്കില്ല പേപ്പറിൽ, നിങ്ങൾ എങ്ങനെ കാണുന്നത് അത് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ പേപ്പറിൽ ആദരാഞ്ജലി എന്നാണ് കോളത്തിൽ എങ്ങനെ കാണുന്നത്, അതിൻ്റെ ഏകദേശം സെയിം ഫോർമാറ്റാണ് ഇതും. അപ്പോൾ ഒരു ബോക്സ് വരക്കുക, അതിൻ്റെ ഉള്ളിൽ എന്ത് എഴുതാം, ഫോട്ടോഗ്രാഫ്. ഓക്കെ, ഫോട്ടോഗ്രാഫ് എന്ന് എഴുതി കൊടുക്കുക. ഇനി ഫോട്ടോഗ്രാഫ് സ്പെല്ലിംഗ് കിട്ടുന്നില്ല, എന്ത് എഴുതിയാൽ മതി, ഫോട്ടോ എന്ന് എഴുതി കൊടുത്താൽ മതി, ഫോട്ടോ. ഓക്കെ, യെസ്, അത് എഴുതി കഴിഞ്ഞു. അതെന്താ, ബോക്സ് വരച്ചു, ഫോട്ടോ എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് എന്നത് നെയിമാണ്. ആരാണോ മരണപ്പെട്ടത് അവരുടെ പേര് കുറച്ച് വലുതാക്കിയിട്ട് ഫോട്ടോൻ്റെ തൊട്ട് താഴെ തന്നെ എഴുതി കൊടുക്കുക. ഓക്കെ, നെയിം. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്, ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യന് ഖുഷ്വന്ത് സിംഗിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഒബിച്വറി തയ്യാറാക്കാനായിരിക്കും. അപ്പോൾ എന്താണ്, ലക്ഷ്മി ദേവി എന്നുള്ള പേര് ഇവിടെ കൊടുക്കുക. യെസ്, നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഏതാ, എപ്പോഴാണ് ജനിച്ചത്, ഒരു ഹൈഫൺ ഇടാം. ഡേറ്റ് ഓഫ് ഡെത്ത്, എപ്പോഴാണ് മരണപ്പെട്ടത്, ഇതിന് ഡേറ്റ്, അതായത് ഫസ്റ്റ് ദിവസം, പിന്നെ മാസം, അങ്ങനെ 12/8, പിന്നെ കൊല്ലം, അങ്ങനെ 3ആയിട്ട് എഴുതണം. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാം, ഒരു ഹൈഫൺ ഇടാം, ഡേറ്റ് ഓഫ് ഡെത്ത് എഴുതാം. നമ്മൾ നെക്സ്റ്റ് കാര്യം, അതായത് ഇൻട്രോ ഫസ്റ്റ് ചെയ്തേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് റൈറ്റിംഗ് പാർട്ട്. എന്താ റൈറ്റിംഗ് പാർട്ടിൽ എഴുതേണ്ടത്, ഇൻ ലവിങ് മെമ്മറി ഓഫ്. ആര് ലവിങ് മെമ്മറിയാണ്, നെയിം, ഇവിടെ പേര് കൊടുക്കാൻ, ആരാണോ മരണപ്പെട്ടത് അവരെ ഇവിടെ നമുക്ക് ലക്ഷ്മി പായ്. ഏജ്ഡ്, എത്ര വയസ്സാണെന്ന് കൊടുക്കുക. ഓക്കെ, ഏജ്ഡ് എത്ര വയസ്സാണെന്ന് കൊടുത്തു. നെക്സ്റ്റ്, ഹൂ പീസ്ഫുള്ളി പാസ്ഡ് അവേ ഓൺ, എപ്പോഴാണോ മരണപ്പെട്ടത് കൊടുക്കുക. എപ്പോഴാണ് മരണപ്പെട്ടത്, ഓൺ, ഡേറ്റിന് കൂടെ ഓൺ എന്ന് ചേർക്കുക, ഓൺ ഡേറ്റ് കൊടുക്കുക. യെസ്, നെക്സ്റ്റ് ഫ്യൂണറൽ, എപ്പോഴാണ് അടക്കം ചെയ്യാൻ പോകുന്നത് അതിന് ഡീറ്റെയിൽസ് കൊടുക്കണം. ദ ഫ്യൂണറൽ വിൽ ബി ഹെൽഡ് അറ്റ്, എവിടെയാണ് നടക്കാൻ പോകുന്നത് ആ ലൊക്കേഷൻ കൊടുക്കുക, അറ്റ് സമയം കൊടുക്കുക. ഓക്കെ, ഇതിൽ ഇഷ്ടമുള്ള സ്ഥലം കൊടുക്കുക, കാരണം ചാപ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വീടിൻ്റെ പേരും അതേപോലെ ഒരു സമയം കൊടുക്കുക. ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്ന് പറയുന്ന പോലെ, യുവർ ലവ് വിൽ ഓൾവേസ് റിമെയിൻ വിത്ത് അസ്, നിങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇതാരെ എഴുതുന്നത്, ഖുഷ്വന്ത് സിംഗിൻ്റെ ഫാമിലി മെമ്പേഴ്സ് എഴുതുന്നത് അല്ലേ. അപ്പം നമ്മളെന്താ, നിങ്ങളുടെ സ്നേഹം, അതായത് ഈ ഗ്രാൻഡ് മദറിൻ്റെ സ്നേഹം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. യുവർ ലവ് വിൽ ഓൾവേസ് റിമെയിൻ വിത്ത് അസ്, അതുകൂടി എഴുതാം. അപ്പം ലാസ്റ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ഈ ലൈനും കൂടി എഴുതാം, വിത്ത് ഡീപ്പ് സോറ, അഗാധമായ സങ്കടത്തോടു കൂടി ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരുണ്ടെങ്കിൽ അതും കൂടി എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് ഫാമിലി മെമ്പേഴ്സ് തന്നെ എഴുതിയാൽ മതി. കഴിഞ്ഞു. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, 4 മാർക്സ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. ഇതന്നെ പഠിച്ചാൽ മതി. ഈ ഫോർമാറ്റിൽ നമുക്ക് ഏതാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ സംശയം, ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തും തന്നെങ്കിൽ അതൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള ഉണ്ടാക്കും. ഒരു ഏകദേശം ആലോചിച്ചിട്ട് എത്ര വയസ്സിനാണെന്ന് ആലോചിച്ചിട്ട് ഓൾമോസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തും ആലോചിക്കാം. നെയിം, ഇപ്പോൾ നെയിം തന്നിട്ടില്ലെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം ആലോചിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയിം കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് നെയിം എന്നെങ്കിലും അവിടെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, യെസ്, നമുക്ക് എന്നാലും ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഖുഷ്വന്ത് ഫാമിലി, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ എന്നാണ്, ഖുഷ്വന്ത് ഫാമിലി ഡിസൈഡ്സ് ടു പബ്ലിഷ് ആൻ ഒബിച്വറി ഇൻ ദ ന്യൂസ് പേപ്പർ ടു അനൗൺസ് ദ ഡെത്ത് ഓഫ് ദ ഗ്രാൻഡ് മദർ. ഓക്കെ, ഖുഷ്വന്ത് സിംഗിൻ്റെ ഫാമിലി എന്ത് തീരുമാനിച്ചു, ഒരു ഒബിച്വറി തയ്യാറാക്കാം, പേപ്പറിൽ കൊടുക്കാൻ ഒരു ഒബിച്വറി തയ്യാറാക്കാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടി, ടു അനൗൺസ് ദ ഡെത്ത് ഓഫ് ദ ഗ്രാൻഡ് മദറിൻ്റെ മരണ വാർത്ത എല്ലാവരും അറിയിക്കാൻ വേണ്ടി ഒരു ഒബിച്വറി തയ്യാറാക്കാൻ തീരുമാനിച്ചു. പ്രിപ്പയർ ദ ഒബിച്വറി, ആ ഒബിച്വറി എങ്ങനെയായിരിക്കും അത് പ്രിപ്പയർ ചെയ്യാം. എന്തൊക്കെയാണ് ഹിൻസ്, ടൈറ്റിൽ വേണം, ഫോട്ടോഗ്രാഫ് വേണം, നെയിം വേണം, ഏജ് എത്ര വയസ്സെന്ന് പറയണം, മെസ്സേജ് വേണം, പ്ലേസ് വേണം, ഡേറ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു ഫോർമാറ്റിൽ. നമുക്കിതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. യെസ്, ഫസ്റ്റ് എഴുതേണ്ടത് ഒബിച്വറി, എന്ത് കൊടുക്കാൻ, ടൈറ്റിൽ കൊടുക്കാൻ ഒബിച്വറി, വലുതാക്കി എഴുതാം, ഒരു അണ്ടർലൈൻ കൊടുക്കുക, ഒബിച്വറി. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ബോക്സ് വരക്കുക. ആ ബോക്സിനുള്ളിൽ ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ ജസ്റ്റ് ഫോട്ടോ എന്നെങ്കിലും ആ ബോക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ വരക്കൊന്നും വേണ്ട, ജസ്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നെയിം സെക്ഷൻ എന്ത് ചെയ്ത് കൊടുക്കുക, നെയിം കൊടുക്കാൻ മിസ്സസ് ലക്ഷ്മി ദേവി, നെയിം കൊടുത്തു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത്, എപ്പോഴാണ് ജനിച്ചത് ഒരു ഡേറ്റ് കൊടുക്കാൻ. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ഡെത്ത് ഇത് കൊടുക്കാൻ. ഓക്കെ, യെസ്, സോ നമ്മളെ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് എന്നുള്ളത് റൈറ്റിംഗ് സെക്ഷൻ. ഇൻ ലവിങ് മെമ്മറി ഓഫ് മിസ്സസ് ലക്ഷ്മി ദേവി, ഇതാണ് നമ്മൾ ഫസ്റ്റ് ഭാഗം അല്ല. ഇവിടെ നെയിം കൊടുക്കാൻ നമ്മൾ നെയിം കൊടുത്തു, മിസ്സസ് ലക്ഷ്മി ദേവി. എത്ര വയസ്സുണ്ടായിരുന്നു ലക്ഷ്മി ദേവിക്ക്, ഏജ് 90 വയസ്സുണ്ടായിരുന്നു. എപ്പോഴാണ് മരണപ്പെട്ടത്, ഹൂ പീസ്ഫുള്ളി പാസ്ഡ് അവേ ഓൺ 15th ജൂൺ, 15th ജൂണിന് മരണപ്പെട്ടു.
നെക്സ്റ്റ് ദ ഫ്യൂണറൽ എന്ന അടക്കം എപ്പോൾ ചെയ്യാൻ പോകുന്നത് വിൽ ബി ഹെൽഡ് അറ്റ് ലവ് ഷോർ. ലവ് ഷോർ എന്നാണ് ഒരു വീട്ടുപേരൊക്കെ. എത്ര മണിക്ക്? അറ്റ് 9 AM ടൈമും കൊടുത്തു. ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷനിലെ മെസ്സേജ്, യുവർ ലവ് വിൽ ഓൾവേസ് റിമെയിൻ വിത്ത് അസ്. നിങ്ങളുടെ സ്നേഹം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. സെയിം ലൈൻ എല്ലാത്തിലും ഉപയോഗിക്കാം. യുവർ ലവ് വിൽ ഓൾവേസ് റിമെയിൻ വിത്ത് അസ്. ലാസ്റ്റ് വിത്ത് ഡീപ്പ് സോറോ. ഓക്കെ, അഗാധമായ സങ്കടത്തോടെ ആരാ പറയുന്നത്? ഖുഷ്വന്ത് സിംഗ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്. ഖുഷ്വന്ത് സിംഗ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്, മറ്റുള്ള കുടുംബക്കാരും ഖുഷ്വന്ത് സിംഗ് ആണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തു. ഇതിലാണ് എത്ര മാർക്സ്? 4 മാർക്സ്. സോ ഐ ഹോപ്പ് ദിസ് 4 മാർക്സ് ഇസ് വെരി ഈസി. ഇതിൻ്റെ ഫോർമാറ്റ് ഞാൻ ഗ്രൂപ്പിലേക്ക് അയച്ചു തരാം. ഓക്കെ, സോ ഇത് നോക്കി നിങ്ങൾ പഠിക്കാം. ഇത്രയേ ഉള്ളൂ. ഫോർമാറ്റ് എടുത്തു. യെസ്, ഈ ഫോർമാറ്റ് നോക്കി പഠിക്കാം. ഇത് തന്നെയാണ് പഠിക്കേണ്ടത്. സെയിം സാധനം. ഈ ലൈൻസൊക്കെ ഒന്നും മാറ്റണ്ട, ഇതേ തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, ഇത് ഞാൻ ഗ്രൂപ്പിലേക്ക് അയച്ചു തരാം. സോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചോദിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ആൻഡ് താങ്ക് യു. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ബൈ. ഓക്കെ, കീപ് ലേണിംഗ് ആൻഡ് ഡോണ്ട് ഗിവ് അപ്പ്. ഓൾ ദി ബെസ്റ്റ്.